കർണാടകയിലെ ബലഗാവിയിൽ തോക്ക് പരിശീലനം നടത്തിയ ശ്രീരാമസേന അംഗങ്ങൾക്കെതിരെ കേസ്. 12 ശ്രീരാമസേന അംഗങ്ങൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ബഗൽകോട്ടിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ 196 പേർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് മനു അഖില ചേരുകയാണ്. മനു, തോക്കുപയോഗിച്ചുള്ള പരിശീലനത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെയധികം കൂടുതൽ ആളുകൾ പ്രചരിപ്പിച്ചിരുന്നു. ഇതിന്റെ പിന്നാലെയാണോ കേസ് നടപടികൾ? മറ്റ് വിശദാംശങ്ങൾ. രജീഷ്, കർണാടകയിലെ ബലഗാവിയിൽ തോക്ക് പരിശീലനം നടത്തിയ ഹിന്ദു സംഘടനയായ ശ്രീരാമസേന അംഗങ്ങൾക്കെതിരെയാണ് നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഡിസംബർ അവസാന വാരം ബാഗൽകോട്ടിലെ ഒരു ഗ്രാമത്തിലാണ് ഇവർ തോക്കുകളടക്കം ഉപയോഗിച്ച് ആയുധ പരിശീലന ക്യാമ്പ് നടത്തിയത്. ഇതിൽ ശ്രീരാമസേന അംഗങ്ങളായ 12 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ആയുധ പരിശീലനം സംഘടിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ ലോയേഴ്സ് അസോസിയേഷൻ ഫോർ ജസ്റ്റിസ് കർണാടക DGPക്ക് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു പരാതി നൽകിയത്. ഇതിന് പിന്നാലെയാണ് പോലീസ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. പ്രതികൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻസ് 329 പ്രകാരമാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ലൈസൻസ് ഇല്ലാതെയുള്ള ആയുധ ഉപയോഗത്തിന്റെ വകുപ്പുകളടക്കം ചേർത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പരിശീലന സെഷൻ കഴിഞ്ഞ ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കേസ് ഫയൽ ചെയ്യുന്നത്. അതും ഇത്തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഡിസംബർ 25 മുതൽ 29 വരെയായിരുന്നു ശ്രീരാമസേന ഇവിടെ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗ്രാമത്തിലെ ഒരു കർഷകന്റെ വയലിലായിരുന്നു വ്യക്തിത്വ വികസന പരിപാടിയുടെ പേരിൽ ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇതിൽ റൈഫിൾ പരിശീലനം ഉൾപ്പെടെ നടത്തിയതായി പറയുന്നുണ്ട്. 196 യുവാക്കൾ റൈഫിൾ പരിശീലനം നടത്തിയതായാണ് ലഭിക്കുന്ന വിവരം. ആയുധ പരിശീലനത്തിന്റെ ദൃശ്യങ്ങൾ ഇവർ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പങ്കുവച്ചിരുന്നു. അതേസമയം ക്യാമ്പിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ശ്രീരാമസേന സ്ഥാപകനായ പ്രമോദ് മുത്തലിക് രംഗത്ത് വന്നിട്ടുള്ളത്. എല്ലാ വർഷവും നടത്തിവരുന്ന പരിശീലനമാണിതെന്നും പരിശീലനത്തിന് ഉപയോഗിച്ചത് എയർഗണ്ണുകളാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. യഥാർത്ഥ ആയുധങ്ങളല്ലെന്നാണ് അവർ ഇപ്പോൾ ഒരു വാദമുയർത്തിക്കൊണ്ടിരിക്കുന്നത്. റൈഫിൾ പരിശീലനം പരിപാടിയുടെ ഭാഗമാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് കൃഷിഭൂമിയുടെ ഉടമസ്ഥൻ പോലീസിന് നൽകിയ മൊഴിയെന്നും റിപ്പോർട്ടുകളുണ്ട്. രജീഷ്. ശരി മനു, എന്തായാലും കർണാടകയിലെ ബലഗാവിയിൽ തോക്ക് പരിശീലനം നടത്തിയ ശ്രീരാമസേന അംഗങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 12 പേർക്കെതിരെയാണ് കേസ്. അതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് പോലീസ് കേസെടുത്തത്. വിവരങ്ങൾ നൽകിയായിരുന്നു മനു അഖിൽ.